ഇത് ഞാൻ ആരോടും പറയണ്ട എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. അപകടം നടക്കുന്നത് എൻ്റെ തൊട്ട് മുന്നിലാണ്. അഡൈനെ പൊട്ടുമ്പോൾ ഞാൻ തെങ്ങിൻ്റെ മരം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കുടലടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് പോകുന്നൊരു അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അലൗഡ് അല്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. ഞങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി അവിടെ ഒരു ചാനലിൽ നിന്ന് വന്നുണ്ടായി. അപ്പോൾ ഇതിന് അടിമരുന്നില്ലാത്തതിൻ്റെ പേരിൽ ഈ ടൈമർമ തീ പിടിച്ചു കഴിഞ്ഞാൽ ഈ 3 സെക്കൻഡ് മാത്രമേ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. ഒരു എയർ പ്രഷർ വന്നിട്ട് ഞങ്ങൾ തെറിച്ച് പോവുകയാണ്. സ്കിന്നില്ലാത്ത തോലില്ലാത്തൊരവസ്ഥ. ഞാൻ ആ പുല്ല് പറിച്ചിട്ട് സതീശൻ്റെ മുഖത്തായാലും ആ പുല്ല് കൊണ്ടാണ് ഞാൻ തീ കിടത്തുന്നത്. എന്തോരം പണിക്കാരുണ്ടായതാണ്, എന്നെ രക്ഷിക്കാൻ ആരില്ലടാ എന്ന് അങ്ങനെ ചോദിച്ച്. അന്ന് ഉണ്ടായ സംഭവം അറിയാത്തവരുണ്ടെങ്കിൽ അറിയുക തന്നെ വേണം എന്നെനിക്കിപ്പോൾ തോന്നിയിട്ടാണ് ഞാനീ പറയാം. ഞാൻ ഈ വെടിക്കെട്ട് രംഗത്തേക്ക് വരുന്നത് ഏകദേശം ഒരു 8 വർഷം ഇതിൻ്റെ അടുത്താവണം. ഒരു 5 വർഷം എന്തായാലും ഗ്യാരണ്ടി ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊരു നമുക്കൊരു ആഗ്രഹിച്ച് ചെയ്യുന്നൊരു തൊഴിലാണ്. വളരെയധികം സ്നേഹത്തോടെ അതിനോട് ആത്മാർത്ഥത കാണിച്ച് ചെയ്യുന്നൊരു ജോലിയും കൂടി ആകുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഫീൽ തന്നെയാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ബെവിൻസ് ഫയർ വർക്കിൻ്റെ വെടിക്കെട്ടുകളായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ കൂടെ തന്നെ ആയിരുന്നു ഫുള്ള് A to Z നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞാലിപ്പടക്കത്തുമെന്ന് തുടങ്ങുന്ന ഒരു സംഭവമാണ് വെടിക്കെട്ടിൻ്റെ തുടക്കം. അതിൽ നിന്നും കളറമുട്ടുകൾ വെച്ച് കൊടുക്കും. കളറമുട്ട് ഇങ്ങനെ പൊട്ടി കലാശത്തിലേക്ക് പോരുന്നതാണ്. അതായത് നമ്മുടെ ഈ ഭാഗങ്ങളിൽ, അതായത് നമ്മുടെ ഈ പുഴയ്ക്ക് ഇക്കര, അതായത് തീരദേശ സംബന്ധമായിട്ട് വലിയ വെടിക്കെട്ടുകളൊന്നും നടത്താറില്ല. വർണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ, വർണ്ണവിസ്മയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല വർണ്ണങ്ങളായിട്ടുള്ള ചെറിയ രീതിയിൽ ശബ്ദമുള്ള വെടിക്കെട്ടുകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏട്ടമുട്ടം മുരുകൻ്റെ അമ്പലത്തിൽ വെടിക്കെട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ പാലപ്പെട്ടി അമ്പലത്തിൽ. നമ്മുടെ നാട്ടിൽ ഇപ്പം മെയിനായിട്ട് ഇന്ന് ആൾക്കാർ അറിയുന്ന വെടിക്കെട്ടുകളാണ്. അതായത് നമ്മുടെ തൃപ്പയാർ ഇങ്ങോട്ടുള്ള ഒരു കൊടുങ്ങല്ലൂർ ഈ ഏരിയയിൽ ഇത്തിരി ഗംഭീരമായിട്ട് തോന്നുന്ന ഒരു വെടിക്കെട്ടുകളാണ്. അപ്പോൾ അവിടുത്തെ മെയിൻ വെടിക്കെട്ടുകൾ ചെയ്യുന്നത് നമ്മുടെ കമ്പനിയാണ്. അതിലൊരു സ്റ്റാഫ് എന്ന നിലയ്ക്ക് ഞാനതിൻ്റെ ചുക്കാനൊക്കെ പിടിക്കാൻ അതിൻ്റെ മെയിൻ പണി ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു വെടിക്കെട്ട് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യതയോടുകൂടി ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ മുണ്ടോത്തിക്കോട്ട് സതീശേട്ടൻ എൻ്റെ പണി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ വെടിക്കെട്ട് ഒരുപാട് നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിലും സതീശേട്ടൻ്റെ വെടിക്കെട്ട് ഒരു പ്രത്യേക ഒരു എന്താ പറയുക, ഒരു ഇമ്പം ഏറുന്ന ഒരു വെടിക്കെട്ടുകളാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു വെടിക്കെട്ട് ഞാൻ പറയാം. നമ്മുടെ കാവശ്ശേരി നെന്മാറ വെടിക്കെട്ട്. അപ്പോൾ ഈ ലാസ്റ്റ് വെടിക്കെട്ട് ഞാനോടൊപ്പം ചെയ്തതാണ്. അതിക്ക് മുന്നേ ഉള്ള ഒരു നല്ലൊരു നിമിഷങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഫോണിലുണ്ട് ആ വീഡിയോസ്. കാരണം അന്ന് ആ നെന്മാറത്തെ വെടിക്കെട്ടിന് ഞങ്ങൾ അവിടെ ചെല്ലുന്നതിൻ്റെ അല്ലെങ്കിൽ അന്ന് ജീവിച്ചിരുന്ന എല്ലാവരും തന്നെ എൻ്റെ ഫോണിൽ വീഡിയോയിൽ ഉണ്ട്. അവർ കളിച്ചും ചിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്ഷണം വായിൽ വാരി വെച്ച് കൊടുക്കുന്ന ആ ഒരു രംഗങ്ങളൊക്കെ എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ വീണ്ടും സതീശേട്ടൻ വിളിക്കുകയാണ്, ഹരി വിഷു അല്ലേ, വിഷു ആയിട്ട് കുറച്ച് പണിയുണ്ട് നമുക്ക്, അപ്പോൾ കുറേ സ്റ്റാഫുകൾ ലീവാണ് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സത്യം പറയാൻ വിഷു ആയിട്ട് കയ്യിലൊന്നും ഉണ്ടായില്ല, സാമ്പത്തികമായിട്ട് വളരെ മോശമായിരുന്നു. അപ്പോൾ സതീശേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ വേഗം ചെന്ന് വിഷുവിന് എൻ്റെ വീട്ടിൽ നിന്നോ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരു നേരത്തെ ആഹാരം പോലും എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. കഴിഞ്ഞ വിഷുവിന് നേരെ സതീശേട്ടൻ വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അന്ന് ആ പോക്കിൽ ഞങ്ങൾക്ക് ഒരു വെടിക്കെട്ടുണ്ടായിരുന്നു. അത് ഒല്ലൂർ ആ ഭാഗത്തായിരുന്നു. ഒരു ഗ്രൗണ്ടിൽ വലിയൊരു കുഴപ്പമില്ലാത്തൊരു വെടിക്കെട്ട് അവിടെ ചെയ്തു.
പിന്നെ അത് കഴിഞ്ഞിട്ട് നെന്മാറത്ത് തന്നെ ചെറിയ ചെറിയ വേലകളുണ്ട്. അപ്പോൾ അവിടുത്തെ വെടിക്കെട്ടുകളാണ് പിന്നെ. അപ്പോൾ ആ വേലയുള്ള വെടിക്കെട്ടുകളൊക്കെ കഴിഞ്ഞ് കറക്റ്റ് നമ്മുടെ തൃശ്ശൂർ പൂരത്തിൻ്റെ പണിയൊരുക്കങ്ങൾ ഇവിടെ നമ്മുടെ ഷെഡിൽ ചെയ്തു തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്കൊക്കെ പുറത്ത് വെടിക്കെട്ടുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ പോയിട്ട് വരുന്നതായിരുന്നു. വന്ന് ഞങ്ങളുടെ റൂമിലായിരുന്നു. അവിടെ ഒരു റോഡ് ഹൈവേയുടെ അവിടെ ഞങ്ങൾക്കൊരു ഒരു റൂമുണ്ട്. റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡിയ കടകളുടെ ഒക്കെ ഷട്ടർ ഇട്ട പോലത്തെ ഒരു റൂമുകളാണ്. അപ്പോൾ അതിലാണ് ഞങ്ങളുടെ താമസം. അപ്പോൾ ഒരുപാട് ക്ഷീണമുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോൾ തണ്ടൽ വേദന ഭയങ്കരമായിട്ടും. കാരണം ഒരുപാട് നേരം കുമ്പിട്ടിട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഈ വെടിക്കെട്ടിൻ്റെ പണികൾ. അപ്പോൾ പുറത്ത് വെയിൽ കൊണ്ടിട്ടൊക്കെ നമ്മുടെ ശരീരം വേദനകളൊക്കെ ആകുമ്പോൾ നമുക്ക് കെടുക്കാൻ വേണ്ടിയിട്ട് സതീഷേട്ടൻ നമ്മളെ സഹായിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10 മണിയോട് കൂടിയാണ്, ക്ഷീണം കൊണ്ട് കിടന്നപ്പോൾ 10 മണിയോട് കൂടിയാണ് ഞാൻ ഷെഡിലേക്ക് വരുന്നത്. ഷെഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെടിക്കെട്ടിൻ്റെ സാധനങ്ങൾ നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരുന്നു. അന്ന് വരുമ്പോൾ കാണുന്നു വെച്ചാൽ ഒരുപാട് ചാനലുകാർ അവിടെയുണ്ട്. ഈ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ ഒരുപാട് ചാനലിൻ്റെ പ്രവർത്തകരായിക്കോട്ടെ, പത്രക്കാരായിക്കോട്ടെ, മറ്റുള്ളവർ, അതായത് അവിടെ ശരിക്കും പറഞ്ഞാൽ അലൗഡ് അല്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള ഡേഞ്ചർ എന്ന് എഴുതി വെച്ച സ്ഥലങ്ങളിൽ അന്യർക്ക് പ്രവേശനം ഉണ്ടാവില്ല. അവിടെ പ്രവേശിക്കണമെങ്കിൽ എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്. അത് എത്രത്തോളം ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം കൂടിയും പറയാം. അതുപോലുള്ള എമർജൻസി കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ആ ഏരിയയിൽ പൊതുജനങ്ങൾക്കോ അന്യർക്കോ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. അതായത് ഇനി അഥവാ ഇത് ചാനലായിക്കോട്ടെ മറ്റുള്ളവർക്ക് അവിടെ കയറുന്നുണ്ടെങ്കിൽ അതിൽ 3 തരത്തിലുള്ള പെർമിഷൻ വേണം. ഒന്നാമത്തത് അതേത് പോലീസ് സ്റ്റേഷൻ പരിധിയാണ് ആ പോലീസ് സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥൻ്റെ പെർമിഷൻ. പിന്നെ രണ്ടാമത് ഫയർഫോഴ്സിൻ്റെ ഒരു പെർമിഷൻ. ഈ 2 പേരും സമ്മതിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. മൂന്നാമത് ഒരാളുണ്ട്, അതായത് നമ്മുടെ ഈ ഇപ്പം മരണപ്പെട്ടു പോയ സതീഷേട്ടനെ പോലെ ലൈസൻസി. ഈ 2 പേരുടെ പെർമിഷൻ കിട്ടിയാൽ പോലും ഈ സതീഷേട്ടൻ, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പറയാൻ പറ്റിയത് ഇപ്പോൾ സതീഷേട്ടനാണ്, ആ സതീഷേട്ടൻ പറയണം നിങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനം ഇല്ല എന്ന് പറഞ്ഞാൽ അതവിടെ തീർന്നു. പിന്നെ അവർക്ക് പ്രവേശനമില്ല. പക്ഷേ ഈ മുണ്ടോത്തിക്കൂടെ സ്ഫോടനം നടക്കുമ്പോൾ ഞാൻ വരുമ്പോഴോ അല്ലെങ്കിൽ ഈ അപകടം നടക്കുന്നതിനും അല്ലെങ്കിൽ വീഡിയോ ചാനലുകാർ വരുമ്പോഴോ ഒന്നും സതീഷേട്ടൻ അവിടെ ഇല്ല. സതീഷേട്ടൻ അവിടെ വരുന്നത് ഏകദേശം ഒരു 2:15 2:15 സതീഷേട്ടൻ അവിടെ വരുന്നു. ഒരു ഓട്ടോറിക്ഷയിൽ വരണം. ആ വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ കാണാം. ഓട്ടോറിക്ഷയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് ചോദിക്കുന്നത് ഈ പ്രാവശ്യം ഗംഭീരാക്കൂലേ എന്നൊക്കെ ചോദിക്കുന്നത്. അത് ഏകദേശം ഒരു 2 മണിക്ക് ശേഷമാണ് സതീഷേട്ടൻ അവിടെ വരുന്നത്. അന്ന് വേറൊരു അനുഭവം കൂടി ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പോലും വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു പെൺകുട്ടി അവിടെ ഒരു ചാനലിൽ നിന്ന് വന്നുണ്ടായി. ആ പെൺകുട്ടി നമ്മുടെ ബോളമിട്ട്, അതായത് 4 ഇഞ്ച് ബോളമിട്ട് എന്ന് പറയും, അതൊക്കെ ഈ കയ്യിലൊക്കെ എടുത്ത്, അത് നിറവാണ് കേട്ടോ. അമിട്ട് ബോളമിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റിയിലിട്ടിട്ട് മോളിൽ പോയി പൊട്ടില്ലേ, അത് 2 തരത്തിലുണ്ട്. ഒന്ന് കളറമിട്ട്, പിന്നെ നമ്മുടെ സാധാ ഗുണ്ട് എന്ന് പറയുന്നത് തന്നെ ഉണ്ട്. മോളിൽ പോയിട്ട് വിരിയില്ല, വെറും ശബ്ദം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനാണ് ഗുണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഞാലിപ്പടക്കത്തുമിടുന്ന ആ സെയിം ഗുണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ അതേ പവർ തന്നെയാണ് മോളിൽ പോയിട്ട് വിരിയില്ല എന്നുള്ളൂ, മോളിൽ പോയി പൊട്ടുന്നത്. ഈ സംഭവം ഈ പെൺകുട്ടിയൊക്കെ കയ്യിലെടുത്ത് ഒരു എന്താ പറയുക, ഒരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ അപകട കാര്യങ്ങൾ അറിയാത്ത രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാനവിടെ പുതിയ ആളായതുകൊണ്ട് പേരിലും എനിക്കവിടെ ഒന്നും പറയാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എങ്കിലും എനിക്ക് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാനെന്നാലും ഇവരോട് വിവരം പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതിന് ശേഷം ഞാനും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കൂടി
പാടി എന്ന് പറയും. അതായത് വെടിക്കെട്ടിൻ്റെ ഇമ്പത്തിലേക്ക് കയറുകയെന്ന് വെച്ചാൽ പാടിമേക്ക് തീയെത്തുമ്പോഴാണ്. അതായത് നിർത്താതെയുള്ള ചറപറ, നമ്മളിപ്പോൾ മെഷീൻ കണ്ണിലൊക്കെ വെടിവെക്കുന്നു പറഞ്ഞിട്ടില്ലേ, തുരുതുരാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, അതിനാണ് പാടി പണിയാന്ന് പറയുന്നത്. അതായത് 2 ഫ്രെയിമുമ്മ ഒരുപാട് ഏകദേശം ഒരു 30, 35, 32 അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കണക്ക് വരാം, എണ്ണങ്ങൾ വെച്ചിട്ടുള്ളതാണ് ഒരു പാടി. അതുപോലെ ഒരു 10, 20 സെറ്റ് ഇങ്ങനെ സ്റ്റാർട്ടിങ് അവിടെ ഇങ്ങനെ കയറി വലിയൊരു ഇമ്പത്തിലേക്ക് പോകണതാണ് പാടി കെട്ട് എന്ന് പറയും. അപ്പോൾ ആ പാടി പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. പാടി എന്ന് വെച്ചാൽ ഈ ഗുണ്ടാണ്. അതായത് ഗുണ്ട് സൗണ്ട് എഫക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഗുണ്ട്. അപ്പോൾ അത് ഒരു കുറ്റി എന്ന് പറഞ്ഞാൽ ഒരു 3 ഇഞ്ചിൻ്റെ പൈപ്പായിരിക്കും, ഇത്ര വശമുള്ള പൈപ്പായിരിക്കും. അതിൻ്റെ 2 സൈഡിലും 2 ഫ്രെയിം വെച്ചിട്ടുണ്ടാവും. ഈ ഫ്രെയിമിനെ ഇഴക്കയറെന്ന് പറയും, നമ്മൾ ചകിരിയില കയറെന്ന് പറയും. അത് നനച്ചിട്ട് ചെറുതായിട്ട് അത് ഈർപ്പം വലിയുമ്പോൾ ഈ ഓരോന്ന് വെച്ചിട്ട് അടിയിലും മുകളിലും ടൈറ്റ് ചെയ്ത് കെട്ടിപ്പോണതിനാണ് പാടി എന്ന് പറയും. ഈ പാടി 6 2 അറ്റത്തും 2 അശ കുറ്റി, പിന്നെ സെൻറ്ററിൽ 2 കുറ്റി, അങ്ങനെ 6 കുറ്റിയാണ് ഒരു പാടിക്ക് വരാം ഈ ഇത് സെറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ പാടി കയറ് ടൈറ്റ് ചെയ്തതിൻ്റെ ഇടയിലാണ് ഞാൻ, അല്ലെങ്കിൽ ഈ അപകടം നടക്കുന്നതിൻ്റെ തൊട്ട് മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെ 3-4 പേര് വേറെ ഉണ്ട്. അപ്പോൾ അപകടം നടക്കുന്നത് എൻ്റെ തൊട്ട് മുന്നിലാണ്. ഞാൻ വടക്കു നിന്നും തെക്കോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു രൂപത്തിലായിരുന്നു. ആ തെക്കേ ഭാഗത്ത് തന്നെയാണ് നമ്മുടെ ഡൈന അമിട്ടുകൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെയായിരുന്നു. ഏകദേശം ഒരു 8 അടി അകലം മാത്രമേ ഉള്ളൂ ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൂടെ കുറച്ച് പേരുണ്ട്. അപ്പം ഞങ്ങൾ ഒരു 6 പേര് അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് കൃത്യമായിട്ട് അറിയാം, 6 ഊണ് കഴിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിള്ളേരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ചേട്ടാ ഇനി ഒരു 4 പാടിയും കൂടി പണിയാനുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാട്ടോ എന്ന് പറഞ്ഞു. ശരി, ഒരു പാടി ഏകദേശം പണിയാൻ ഒരു 13-14 മിനിറ്റ് മതി ഒരു പാടി പണിയാൻ. അത് നമ്മുടെ കൈവഴക്കം കൂടിയാണത്. പെട്ടെന്ന് പണിയാൻ പറ്റും, അത് അറിയുന്നവർക്ക് പെട്ടെന്ന് പണിയാൻ പറ്റും. അല്ലാത്ത പക്ഷം പഠിച്ച് വരുന്നവർക്കാണെങ്കിൽ ടൈം കൂടുതലെടുക്കും. അപ്പോൾ ഈ പാടി ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്നത് തൊട്ട് മുന്നിൽ ഇതിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇടിവാളിന് തുല്യമാണ് മരുന്നിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുക. അതായത് ഒരു ഇടിവാൾ എത്ര വേഗത്തിലാണ് വന്ന് അത് മിന്നി മറഞ്ഞ് നമ്മുടെ കൺവെട്ടത്തു നിന്ന് മാഞ്ഞു പോകുന്നത് എന്ന രൂപത്തിലാണ് നമ്മുടെ മരുന്നിൽ അല്ലെങ്കിൽ ഈ അമിട്ടുകൾ ഉണ്ടാക്കുന്ന മരുന്നിൻ്റെ ഉള്ളിൽ തീ വരുന്നത്. അവിടെ ശരിക്കും എൻ്റെ കാഴ്ചപ്പാടിൽ നല്ല ചൂടുണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നു. പിന്നെ ഇതുണ്ടാക്കുന്നതിൻ്റെ മുകളിൽ ഒരു മാവും, പിന്നെ നമ്മുടെ ഗാർഡൻ്റെ മുകളിൽ ഇടുന്ന ഗ്രീൻ ഷീറ്റൊക്കെ ഉണ്ടല്ലോ, അതെന്ന് വെച്ചാൽ ചൂട് ഉള്ളിലേക്ക് വരാതിരിക്കാനായിട്ടുള്ള അങ്ങനെയുള്ള സംഭവങ്ങൾ ഷീറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ചാനലുകാർ കംപ്ലീറ്റ് പുറത്തേക്ക് പോയി, എല്ലാവരും പോയി. ഈ 3 മണി നേരത്ത് 4 പാടിയും കൂടി ഉള്ളൂ. അത് കെട്ടിക്കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നുള്ളൂ ഈ 4 പാടി എന്ന് പറയുന്നത്. ഇത് കെട്ടിക്കൊണ്ടിരിക്കലാണ് നമ്മുടെ ഈ ഡൈനാമിറ്റൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അവിടെ ചെറിയൊരു സ്റ്റോർ റൂമുണ്ട്. ഈ ടർപ്പായിട്ടൊക്കെ മറിച്ചിട്ടുള്ള ഇതാണ്, ബിൽഡിംഗ് അല്ല, അങ്ങനെ ഒരു ഇതിലാണ്. അപ്പോൾ ഈ അമിട്ടുകളുടെ ഉള്ളിൽ നിറയ്ക്കുന്ന മരുന്നുകളാണ് അവിടെ വെച്ചേക്കണം. ഈ മരുന്ന് ഫസ്റ്റ് ഒരു വൈബ്രേറ്റ് ആയിട്ട് ഏകദേശം ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുമ്പോൾ ഒരു 4 അടി പൊക്കത്തോളം ഒരു ലൈറ്റ് പോലെ, ഒരു ഫ്ലാഷ് ലൈറ്റ് പോലെ ഒരു തീരെ ഒരു പൊന്തലാണ് കണ്ടത്. ആ തീരെ പൊന്തലും അതിനോട് അനുബന്ധിച്ചുള്ള വീർക്കലും കൂടിയാണ്. അത് കണ്ടോടുകൂടി ഞാൻ എൻ്റെ എരിയത്തുള്ള വിഷ്ണുവിനോടും പറഞ്ഞു ഓടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഓടി ഒരു ഏകദേശം ഒരു 10 അടി എങ്കിലും നീങ്ങാനേ പറ്റുള്ളൂ. അപ്പോഴത്തേനും ആദ്യത്തെ അമിട്ട് താഴ്ത്തിരുന്ന് പൊട്ടുകയായിരുന്നു ചെയ്തത്. അവിടെ ഏകദേശം ഒരു 10-30-35 അമിട്ടുകളുണ്ട്. ഏകദേശം ഒരു
30 കിലോ ഭാരം, 40 കിലോ അങ്ങനത്തെ ഡൈനാളാണ്. ഇതിനൊന്നും അടിമരുന്ന് കിട്ടാത്തതാണ്. ഒക്കെ ടൈമർ മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളൂ. അടിമരുന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിൽ ഈ ബോൾ സെറ്റ് ചെയ്തിട്ട് മുകളിലേക്ക് പൊന്തിക്കുന്നത് തന്നെയാണ് അടിമരുന്ന് എന്ന് പറയാം. ഗൺ പൗഡർ എന്നൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഇതിനൊന്നിനും ഗൺ പൗഡർ ഇല്ലാത്ത. അപ്പോൾ ഇതിൻ്റെ ടൈമർ മാത്രം സെറ്റ് ചെയ്ത് തിരി പിടിപ്പിച്ചിട്ടില്ല എന്നുള്ളൂ. ഇതുമ്പോൾ തീ പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ടൈമറിൻ്റെ, അതായത് ടൈമറിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു 70 അടി ഹൈറ്റിൽ പോയി പൊട്ടണം എന്ന് തന്നെയാണ് ടൈമർ എന്ന് പറയുന്നത്. അതൊരു നമുക്ക് കിട്ടുന്നത് 1.5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 3 സെക്കൻഡ് കൊണ്ട് ഹൈറ്റ് എത്തണം എന്നാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യണമെങ്കിൽ. അതായത് തീ കൊണ്ടു കഴിഞ്ഞാൽ 3 സെക്കൻഡ് കൊണ്ട് പൊന്തണ ഹൈറ്റാണ് 70 അടി. അത് പൊന്താൻ പറ്റാത്ത വർഷം ആ 3 സെക്കൻഡ് മാത്രമേ നമുക്കവിടെ താഴ്ത്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് അടിമരുന്നില്ലാത്തതിൻ്റെ പേരിൽ ഈ ടൈമർമ തീ പിടിച്ചു കഴിഞ്ഞാൽ ഈ 3 സെക്കൻഡ് മാത്രമേ നമുക്ക് അവിടെ കിട്ടുന്നുള്ളൂ. ആ 3 സെക്കൻഡാണ് ഞാൻ ഈ പറഞ്ഞത് ഏകദേശം ഒരു 10 അടി എനിക്ക് ഓടാൻ സാധിച്ചുള്ളൂ എന്ന്. എന്നാൽ അവിടെ ഈ 10 അടി ഓടുമ്പോൾ ഉണ്ടാവുന്ന ഒരു എയർ പ്രഷർ വന്നിട്ട് ഞങ്ങൾ തെറിച്ച് പോവുമായിരുന്നു. അതിൻ്റെ അപ്പുറത്തൊക്കെ പാടം, ചുറ്റും പാടം, ആ പാടത്തേക്ക് തെറിച്ച് പോയി വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ആ നിമിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8-9 പേരായിട്ട് തലയുടെ ബാക്കിലൊക്കെ നമ്മുടെ കുറച്ച് പേരുണ്ട്. എല്ലാവരുടെ പേര് എനിക്കറിയില്ല. അവരെ തലയുടെ ബാക്കൊക്കെ മുറിഞ്ഞ് ബ്ലീഡിങ്ങൊക്കെ ആയിട്ട് ഓരോരുത്തരെ പാടത്തിൻ്റെ ഒരു അങ്ങേറ്റത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി പോയി. അത് കഴിഞ്ഞ് ഈ വലിയ പൊട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചിലരെ നിലവിളി ഞാൻ കേൾക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ തലയുടെ ഇവിടെയൊക്കെ മുറിവും ബ്ലീഡിങ്ങും ഇതൊക്കെ വന്നപ്പോൾ അവരങ്ങോട്ട് കയറ്റി വിട്ടിട്ട് ഞാൻ രണ്ടാമത് ഈ നിലവിളി കേൾക്കുന്ന കൂടത്തേക്ക് ഓടിച്ചെല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ചെറിയ ചെറിയ അനുഭവങ്ങളാണ്. പിന്നെ 9 പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും എൻ്റെ ശരീരത്തിലൊന്നും അല്ലെങ്കിൽ വലിയ പൊള്ളലൊന്നും എനിക്ക് കേൾക്കാത്തതുണ്ട്. ഒരു അനുഭവ സമ്പത്തിൻ്റെ പേരിലൊന്നും ഞാൻ പറയുള്ളൂ. കാരണം ഓരോ എയർ പ്രഷർ വരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുന്നോട്ട് നിന്നെങ്കിൽ മാത്രം ആ എയർ നമ്മളടിക്കുള്ളൂ. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യങ്ങൾ തെങ്ങിൻ്റെ മറ, അങ്ങനെയൊക്കെയുള്ള മറ വെച്ചിട്ടാണ് ഞാൻ ഈ കയറി ചെല്ലുമ്പോൾ ഉണ്ടായ അവസ്ഥ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാൻ പറ്റും കൃത്യമായിട്ട്. ഫസ്റ്റത്തായ തീ തന്നെ നമ്മുടെ മുഖത്തെ നിറം മാറുക വെച്ചാൽ ഒരു വെള്ളപ്പാണ്ട് പിടിക്കും. നമുക്ക് ജീവനുണ്ടായപ്പോലും ഒരു വെള്ളപ്പാണ്ട് പിടിച്ചിട്ടുള്ള മൊത്തമായിട്ടുള്ള എല്ലാവർക്കും വെള്ളപ്പാണ്ട് പിടിച്ചിട്ട്. അപ്പോൾ അങ്ങനെ വെള്ളച്ച് കിടക്കുന്ന ഭാഗങ്ങളിൽ പിന്നെ ഞാൻ ചെരുപ്പ് യൂസ് ചെയ്തിട്ടില്ല. ഞാനല്ല, അവിടെ പണിക്കാരധികം ചെരുപ്പ് യൂസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ഉള്ളിലേക്ക് മരുന്നിൻ്റെ ആ സെക്ഷനിൽ ചെരുപ്പ് മറ്റുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ ഷർട്ട് ഇട്ടുണ്ടായില്ല, ആ ഒരു ബർമൂട മാത്രമാണ് ഇട്ടിരുന്നത് ഞാൻ നിൽക്കണം. അപ്പോൾ അന്നത്തെ ദിവസമൊക്കെ നല്ല വെയിലാണ്. നമ്മുടെ അതായത് ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. പിന്നെ ഞങ്ങളുടെ ഈ വെടിക്കെട്ട് അപകടം നടക്കുന്ന സ്ഥലം ഒരു പാടവും കൂടിയാണ്. അതിൻ്റെ 4 ചുറ്റും പാടവും കുറച്ച് മരങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു തണലാണ് ഞങ്ങൾക്കുള്ളത്. വിളേറിയ മുഖങ്ങളായിരുന്നു. അതായത് ഒരാളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള പൊള്ളലേറ്റ, അതായത് മുഖത്തായാലും മറ്റുള്ളവർക്കും സ്കിന്നില്ലാത്ത, തോലില്ലാത്തൊരവസ്ഥ. അതാണ് ഞാൻ കയറി ചെല്ലുമ്പോൾ കാണാം. എന്നാൽ അവർക്ക് ജീവനുണ്ട്, കാണുന്നുണ്ട്. പക്ഷേ ഇനിയുള്ളത് തുറന്നു പറയുമ്പോൾ എൻ്റെ അന്ന് അവിടെ ഉണ്ടായവർക്ക് കൃത്യമായിട്ട് വിഷമം വരാം, അല്ലെങ്കിൽ അന്ന് മരണപ്പെട്ടവരുടെ കുടുംബം കാണുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ ആരോടും പറയണ്ട എന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. പക്ഷേ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എന്നവിടെ ഞാൻ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ പേര് ഞാൻ പറയുന്നില്ല. അതിൻ്റെ അന്ന് ഇപ്പം നമ്മുടെ വിഷ്ണുവിനൊക്കെ അറിയാൻ പറ്റും. നമ്മുടെ കൈമ മരുന്നൊക്കെ ആയിരിക്കുമ്പോൾ ഒരു ആൾ നമ്മുടെ വായിൽ സ്പൂണിൽ കൊണ്ടുവന്ന് ഭക്ഷണം തന്ന ഓർമ്മയില്ല. പിന്നെ അതിന് ശേഷം സ്പ്രിൻ്റോ എന്തോ വെള്ളം ഒക്കെ നമുക്ക് കൊടുത്തന്ന ഓർമ്മയുണ്ടാവും. വിഷ്ണുവിനൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ അദ്ദേഹം ഈ ഡൈനകൾ കണ്ടത് ഏകദേശം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത്ര വണ്ണുള്ള ആ ഡൈനയുടെ ഏരിയത്ത് നിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൾ. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ
ഇത്ര ആരോഗ്യമുള്ള ഒരു വ്യക്തി ഡൈനെ പൊട്ടുമ്പോൾ ഞാൻ തെങ്ങിൻ്റെ മരം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം അല്ലെങ്കിൽ എന്താ പറയുക, കുടലടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ച് പോകുന്നൊരു അവസ്ഥ. ഞാൻ ഒന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ കരയാൻ നിൽക്കില്ലയെന്ന്. എൻ്റെ പ്രിയ കൂട്ടുകാരൻ സോയിനൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. പിന്നെ അവിടെ ഉണ്ടായത് അന്ന് പോലീസായാലും മറ്റുള്ളവരും അതിന് ശേഷം അവിടെ നിന്ന് ഓരോരുത്തരെ എടുത്ത് മാറ്റിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കും. ഫസ്റ്റ് കയറി വരുമ്പോൾ എൻ്റെ ബൈക്ക് കത്തുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരാളെ കൊണ്ട് കെടുത്തിട്ടുണ്ടായി ഞാൻ പൊട്ടുന്നതിൻ്റെ ഇടയിൽ. അതിൽ നിന്ന് സർവ് ചെയ്യും എന്നെനിക്ക് തോന്നിയവരെ പെട്ടെന്ന് ഞാൻ ആ വലിയ പൊട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് മാറ്റാൻ എനിക്ക് പറ്റി. പിന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ആളെ എനിക്ക് മനസ്സിലായി, പക്ഷേ ആളുടെ പേര് ഞാൻ പറയുന്നില്ല. അരക്ക് കട്ടായിപ്പോയി, അങ്ങനത്തെ ഒരു അവസരം. എന്നാലും ഞാൻ വലിച്ച് കൊണ്ടെന്ന് നോക്കി, പക്ഷെ അത് കിട്ടില്ല എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. എനിക്ക് എത്തിക്കാൻ പറ്റുന്നിടത്തോളം എത്തിച്ച്, പക്ഷേ പിന്നെ രണ്ടാമത് അവിടെ ചെന്നപ്പോൾ ആ ശരീരം അവിടെ ഇല്ല. എന്ന് വെച്ചാൽ അതും അമിട്ട് വന്ന് തെറിച്ച് അവിടെ വീണ്ടും പൊട്ടിയിട്ട് അത് തെറിച്ചു പോയി. അപ്പോൾ അത് കൂടുതലൊന്ന് അങ്ങനെയാണ് അവിടെ ആ സംഭവം നടക്കുന്നത്. 9 പേരെ ഞാൻ അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരുന്നു കേട്ടോ. അതിൽ മെയിനായിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി. ഈ 7 പേരെ ഞാൻ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കെടുത്തി അവസാന ഘട്ടത്തിലാണ് ഞാൻ 2 പേരെ കാണുന്നത്. 2 പേരെ കാണുന്നത് വെച്ചാൽ, ഒന്ന് നമ്മുടെ പുലിക്കളിക്കൊക്കെ വരുന്ന രാകേഷ്, നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കും. തൃശ്ശൂർ പുലിക്കളിക്കൊക്കെ നിൽക്കുന്ന രാജേഷ്. പിന്നെ അതിൻ്റെ തൊട്ടരിയത്ത് നമ്മുടെ സതീഷേട്ടൻ. സതീഷേട്ടൻ ഇരിക്കുകയായിരുന്നു കേട്ടോ, ഇരിക്കുകയായിരുന്നു. രാകേഷ് കെടുക്കായിരുന്നു, മലന്ന് കെടുക്കായിരുന്നു. അവരെ കുടുംബം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം വിഷമിക്കുന്നു എനിക്ക് അറിയാം. പക്ഷേ അന്ന് ഉണ്ടായ സംഭവം അറിയാത്തവരുണ്ടെങ്കിൽ അറിയുക തന്നെ വേണം എന്നെനിക്കിപ്പോൾ തോന്നിയിട്ടാണ് ഞാനീ പറയുന്നത്. സതീഷേട്ടൻ എൻ്റെ കണ്ടിട്ട് വിളിച്ച്, അപ്പോൾ വേറൊരു പഹയൻ അതിൻ്റെ ഇടയിൽ രക്ഷിക്കാനൊക്കെ ആയിട്ടാണ് തോന്നുന്നത്. ആരോ ഒരാളും കൂടെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ആ നേരത്ത് സതീഷേട്ടൻ കുറച്ച് തെറിയൊക്കെയാണ് പറഞ്ഞത്, എന്നാലും പറയട്ടെ, അതാളുടെ ഒരു മരണപ്രാളത്തിൽ ആൾ പറഞ്ഞു പോകുന്നതാണ്. എന്തോരം പണിക്കാരുണ്ടായതാണ്, എന്നെ രക്ഷിക്കാൻ ആരില്ലടാ എന്ന് ഇങ്ങനെ ചോദിച്ച്. അപ്പം ഞാനിങ്ങനെ നോക്കി ഓടിച്ചെല്ലുന്നു. അപ്പം അതിൻ്റെ ഈ ആൾ കെടുക്കണോടത്തും ഈ രാകേഷ് കെടുക്കണോടത്തൊക്കെ 3-5 4-5 അമിട്ടുകൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് അവർക്ക് ഇരിക്കുകയാണെങ്കിലും നമുക്ക് അത്രയും ഏരിയക്ക് ചെല്ലാൻ പറ്റാത്തൊരു ഫയർ ആൻഡ് വർക്കാണ് അവിടെ അപകടമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുള്ളൂ കേട്ടോ. ഈ 7 പേരെ ഞാൻ എടുത്ത് മാറ്റിയിട്ടും ഈ രാജേഷിൻ്റെയും സതീഷിൻ്റെ അടുത്ത് ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ. അങ്ങനെ സതീഷേട്ടൻ ഇങ്ങനെ എന്നെ വിളിച്ചു. നോക്കിയപ്പോൾ ഉണ്ട് ഇങ്ങനെ ആളിങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ചമ്മനപ്പടിയിൽ ആൾ കാലിന് ചെറിയൊരു അപകടം പറ്റിയിട്ട് ഷൂറിൻ്റെ ഒക്കെ എന്തോ സംഭവിച്ച് ഇങ്ങനെ പൊതിഞ്ഞ് കെട്ടിയിരിക്കുക. അപ്പോൾ ആൾക്ക് എനിക്ക് ഓടാനോ പിടിക്കാനോ പറ്റില്ല. അപ്പോൾ ആൾ ഇരിക്കുകയായിരുന്നു. ആളെ മുണ്ടും ഷർട്ടും കൂടി ഇരുന്ന് കത്തായിരുന്നു. അതിൻ്റെ ഇടയിൽ രാകേഷും അവൻ മരന്ന് കെടുക്കായിരുന്നു, അവൻ്റെ മേത്തും കത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എൻ്റെ ശരീരത്തിൽ അങ്ങനെയുള്ള എൻ്റെ ബെർമൂഡ് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നുമില്ല. ഒരു ചെരുപ്പ് പോലും ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഓട്ടിച്ചെന്നിട്ട് കിട്ടിയത് കുറച്ച് പുല്ലാണ് എനിക്ക്. അങ്ങനെ ആ പുല്ല് പറിച്ചിട്ട് സതീഷൻ്റെ മുഖത്തായാലും അങ്ങനെ തീ ഇങ്ങനെ ആളിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് തല്ലിക്കെടുത്തിട്ട് പിന്നെ രാകേഷിനെ പുല്ല് കൊണ്ടാണ് ഞാൻ തീ കിടത്തുന്നത്.
അങ്ങനെ സതീഷേട്ടൻ പറഞ്ഞു, എടാ എന്നെ എങ്ങനെയും രക്ഷിക്കടാ എന്ന് പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറയുന്നത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അത് കണ്ട് ഒരാൾ നിൽക്കണ്ടായിട്ടോ. അത് ഞാൻ ഇപ്പം അടുത്ത് മറ്റേ തൃശ്ശൂർ കളക്ട്രേറ്റിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് കണ്ടു. ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുകയും ചെയ്തു. അപ്പോൾ സതീഷ് ചേട്ടനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ തോളത്ത് ഇങ്ങനെ എടുത്ത് കയറ്റി. ആളെ ഷർട്ടും ഉരിയിട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് എൻ്റെ വയറ്റത്തൊക്കെ ഇങ്ങനെ ഒട്ടി, എൻ്റെ വയറ്റും പൊള്ളി, അങ്ങനെ കൂടുതൽ പൊള്ളി. അതൊക്കെ അങ്ങനെ സതീഷ് ചേട്ടനെ ഒരു കണക്കിന് ഞാനിങ്ങനെ പിടിച്ചിട്ട്, എന്ന് വെച്ചാൽ എനിക്ക് ഇത്ര ആരോഗ്യം ആ ടൈമിലില്ല. കാരണം ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ചൂടിൻ്റെ എഫക്റ്റ് കൊണ്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തൊണ്ടൊക്കെ വന്ന് വീർത്തു തുടങ്ങി. കാരണം ശരീരത്തിൽ വെള്ളം ഇല്ലാത്തൊരവസ്ഥ. നമുക്ക് എങ്ങനെയാലും കുറച്ച് വെള്ളം കുടിക്കുന്നൊക്കെ അവസ്ഥയിൽ, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇവരുടെ കരച്ചിൽ കാരണം ഒന്നിനും പറ്റണില്ല. അങ്ങനെ സതീഷനെ ഞാൻ തോളിലിട്ട് നിൽക്കുമ്പോൾ രാകേഷ്, നമ്മുടെ പുലിക്കളിയിലൊക്കെ രാജേഷ് എൻ്റെ ഈ കൈമ കയറി പിടിക്കുക. അപ്പോൾ സതീഷേട്ടൻ തോളത്തുണ്ട്, ഞാനിങ്ങനെ മുട്ട് കുത്തിയിട്ട് എഴുന്നേൽക്കാൻ പോകണമായിരുന്നു. രാകേഷ് എൻ്റെ കൈമ കയറി പിടിക്കും. ഷർട്ട് ഇട്ടിട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഇങ്ങനെ ചൂട് തട്ടിയിട്ട് പൊള്ളി, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. മുഖം എൻ്റെ ആയാലും എനിക്ക് ചൂട് കാറ്റടിച്ചിട്ട് ശ്വാസം പോലും കിട്ടാത്തൊരവസ്ഥ. അപ്പം നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന ആൾ ശരിക്കും പെൻസിൽ ഈർക്കിൽ വളഞ്ഞ മാതിരി ആയിപ്പോയി. അപ്പം എനിക്ക് ആ നിമിഷത്തിൽ ഒരു വാക്ക് രാകേഷിനോട് പറയാൻ പറ്റുള്ളൂ. സതീഷേട്ടനത് കൂടി ഉണ്ടായിരുന്നു. സതീഷേട്ടന് അറിയാം, ഇവർക്ക് രണ്ടാൾക്കും അറിയാം. രാകേഷ്, ഞാൻ നിന്നെ പൊക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ ഒരു കൈ വീണ ഞാനും അടിപ്പെട്ട് 3 പേരും മരണപ്പെടും. എനിക്ക് ആ നിമിഷം രാകേഷിന് എൻ്റെ വായിൽ തോന്നിയതുണ്ട്, രാകേഷ് എന്തായാലും 3 പേര് മരിക്കും, എന്തായാലും മരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, നീ എങ്ങനെയെങ്കിലും അത് വെച്ചെങ്കിലും നീ എഴുന്നേൽക്കാൻ പറഞ്ഞു. അതൊരു വാക്ക് മാത്രമേ ഞാൻ രാകേഷിനോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ സൈഡിലേക്ക് ഇങ്ങനെ കിടന്നിട്ട് വേണം അവനെ നിൽക്കണമെങ്കിൽ. അവൻ്റെ കൂടെ നടന്നവർക്കാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും, അവൻ്റെ വീട്ടുകാർക്ക് മനസ്സിലാവും. രാകേഷ് ഇങ്ങനെ ചെരിഞ്ഞ് പതുക്കെ ചെരിഞ്ഞിട്ട് ഒരു സൈഡ് ഇങ്ങനെ ചെരിഞ്ഞിട്ട് പതുക്കെ എഴുന്നേറ്റിട്ട് പാവം എൻ്റെ കൂടെ നടന്ന് വരുന്നതിൻ്റെ ഇടയിലാണ്, സതീഷേട്ടൻ എൻ്റെ തോളിൽ അങ്ങനെ വരുന്നതിൻ്റെ ഇടയിലാണ് ബാക്കിലൊരു ഡൈന വന്നിട്ട് പൊട്ടുന്നത് എൻ്റെ ഇരുത്ത്. ആ പൊട്ടുമ്പോഴാണ് നമ്മുടെ 3 ഇഞ്ച് 4 ഇഞ്ച് അമുട്ടിന് സ്റ്റേ കൊടുക്കുന്ന ഒരു കമ്പിയുണ്ട്, ഏകദേശം നമ്മുടെ ഈ വിരലിൻ്റെ ഒക്കെ വണ്ണം ഉണ്ടാവും. ആ കമ്പി തെറിച്ചു പോണു. ആ കമ്പിയുടെ ഉള്ളിലാണ് ഡൈന വന്ന് പൊട്ടുമ്പോൾ അതിൽ നിന്നൊരു കമ്പി വന്നിട്ടാണ് എൻ്റെ കാലിൽ വന്ന് കയറുന്നത്. എൻ്റെ കാലിൽ കയറുന്ന വെച്ച് കഴിഞ്ഞാൽ 2 കാലിങ്ങനെയാണെങ്കിൽ ഈ കാലിൽ വന്ന് ഇപ്പുറത്തേക്ക് നീളമുണ്ട് ഈ കമ്പിക്ക്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റില്ല, കാരണം ഈ കമ്പിയുടെ നീളം നമ്മുടെ മറ്റേ കാലിൽ വന്നിട്ട് ഇടിക്കും. അപ്പോൾ ഒന്നാലോചിക്കുക, നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ല, ഒരാൾ തോളത്ത്, അതിൻ്റെ രാജേഷ്, നമുക്ക് താഴ്ത്തിടാൻ പറ്റില്ല, ഒന്നിനും പറ്റാത്തൊരവസ്ഥ, പൊട്ടിക്കൊണ്ടിരിക്കും. വലിയൊരു ഭീകരാവസ്ഥയിൽ സ്റ്റെപ്പ് കയറ്റി വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ ഞരങ്ങി സതീഷേട്ടനെ നിങ്ങൾക്കെല്ലാവർക്കും ആ മുണ്ടത്തിക്കോട്ട് അറിയുമെന്നുണ്ടെങ്കിൽ ആ പാടം തുടങ്ങുമ്പോൾ ഒരു മറ്റേ ഓവുണ്ടായില്ലേ, ആ ഓവിൻ്റെ അവിടം വരെ സതീഷേട്ടനെ കൊണ്ട് ഞാൻ എത്തണം. അപ്പോഴത്തേനും എനിക്ക് നടക്കാൻ പറ്റാണ്ട് തളർന്നു പോയി. പിന്നെ ഈ കമ്പിയും കൂടെ കാരണം പിന്നെ ആരോ, എനിക്ക് അവിടുത്തെ ആൾക്കാരൊന്നും കൃത്യമായിട്ട് അറിയില്ല, അവിടുത്തെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഞാൻ പറഞ്ഞു സതീഷേട്ടനെ എങ്ങനെയായാലും അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ടുപോയി. അങ്ങനെ രാകേഷ് നടന്ന് ആയ പൈപ്പിൻ്റെ 21 അവനോട് തളർന്ന് വീഴുക ചെയ്തത്. പിന്നെ എല്ലാവരും കൂടി വന്ന് എങ്ങനെയൊക്കെയാണാവോ, പിന്നെ എനിക്കത് കറക്റ്റല്ല. പിന്നത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ ചെന്ന് വണ്ടികൾ എത്താൻ ടൈം എടുത്തു. എന്ന് വെച്ചാൽ ആംബുലൻസ് ആയിക്കോട്ടെ മറ്റുള്ളതൊക്കെ എത്താൻ ടൈം പിടിച്ചു. അപ്പോൾ ഇതിനും കുറച്ച് ആൾക്കാരൊക്കെ ഓടി വന്ന്. അത് കഴിഞ്ഞിട്ടുള്ള പൊട്ടലിലാണ് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വീഡിയോ ഇറങ്ങുന്നത്. ആ പാടത്തു നിന്നുള്ളൊരു വീഡിയോ ഞാൻ ചാനലിൽ കണ്ടിട്ടുള്ളതാണ്. പാടത്തു നിന്നുള്ള ഒരു വീഡിയോ
അത് ഏകദേശം ഒരു 20 മിനിറ്റെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഇതിനും നമ്മുടെ വലിയ ഡൈനുകളും ഒക്കെ പൊട്ടിക്കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആംബുലൻസുകൾ ഞങ്ങളെ കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ഒരു അപകടത്തിൽ ഓരോരുത്തരെ കൊണ്ടുപോകാനായിട്ട് വന്നത്. പിന്നെ ഞങ്ങളെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ. പിന്നെ അവിടുത്തെ മറക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ പറയാതെ നിവർത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേര് 10-26 പേര് അവിടെ അപകടത്തിൽ ഉണ്ടായിട്ടും അതിൻ്റെ A to Z നമ്മുടെ ഒരു കൊച്ചനുജൻ ലിൻഡോ എന്ന് പറയും, ഒരു 3 ഹോസ്പിറ്റലിൽ അടക്കം 3 തരത്തിലുള്ള ഹോസ്പിറ്റലുകളിൽ പേഷ്യൻറ്റുകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്ത അപകടം പറ്റിയ ആൾക്കാരുണ്ട്. ഇവരെ എല്ലാവരെയും ശുശ്രൂഷിച്ചത് നമ്മളെ ലിൻഡോ എന്ന് പറഞ്ഞ ഒരു പയ്യനാണ്, നമ്മുടെ ഒരു അനീജൻ തന്നെയാണ്. അവനില്ലെങ്കിൽ അവിടെ പലരും, എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരായിക്കോട്ടെ മറ്റുള്ളവരൊക്കെ എല്ലാവരും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോലും നമ്മുടെ ഒരു കൂടപ്പിറപ്പായിട്ട് നമ്മൾക്ക്, അല്ലെങ്കിൽ അവൻ്റെ കൂടപ്പിറപ്പായിട്ട് അപകടം പറ്റിക്കിടക്കുന്നവർക്ക് ചെയ്ത മാതിരിയാണ് ആ ലിൻഡോ എന്ന് പറഞ്ഞ ഒരാൾ. ഇത്രയും ദിവസം അല്ലെങ്കിൽ 10-28 ദിവസം അതിൽ അപകടം പറ്റിയവർക്ക് കൂടെ നിന്ന് എല്ലാ സഹായം ചെയ്ത് കൊടുത്തത് ലിൻഡോ ആണ്. നമ്മുടെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഏറ്റവും വലിയ ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലടക്കം ഇട്ടിട്ടുണ്ട് ലിൻഡോനെ കുറിച്ച്. ഈ സതീശേട്ടനെ കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവം ഞാനതിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ വിട്ടും പോയി അത് പറയാൻ. എന്ന് വെച്ചാൽ ആ അപകടം നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തൻ ഫോൺ വെച്ച് മറന്ന് എന്നും പറഞ്ഞിട്ട് ഞാൻ ഓരോരുത്തരിങ്ങനെ മാറ്റിക്കൊണ്ട് എടുത്തതിൻ്റെ ഇടയിൽ അവൻ്റെ ഫോൺ എടുക്കാനായിട്ട് ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓടിച്ചെന്ന് ഫോൺ എടുക്കാൻ. പക്ഷേ എന്തോ ഒരു കഷ്ടകാലം, ആയ ആൾ ഇന്ന് ജീവിച്ചിരിപ്പില്ല. അതായത് അവൻ രക്ഷപ്പെട്ടു പോയവനാ, അവൻ വീണ്ടും ഫോൺ എടുക്കാൻ ചെന്നതാണ്. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആൾ ഈ പൊട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്ക് ഓടിച്ചെന്ന് ഫോൺ എടുക്കാൻ കയറിയതാണ്. അതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിന് അപകടം പറ്റി, എന്താ പറയുക, നഷ്ടപ്പെട്ടു പോയി അദ്ദേഹത്തിൻ്റെ ജീവൻ. അതിൽ കുറച്ച് പേരുടെ ശരീരങ്ങൾ കൃത്യമായിട്ട് കിട്ടുകയും ഒരു 3-4 പേരുടെ മാത്രം ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് ആകെ കിട്ടിയത് ഇത്രയ്ക്കുള്ളൊരു പോർഷനാണ്, ഒരു ശരീരത്തിൻ്റെ ഇത്രയ്ക്കുള്ളൊരു മാംസകഷ്ണം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ DNA കൂടി തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കിട്ടിയതെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കിപ്പോൾ ഒരു കുടുംബമുണ്ട്, എനിക്ക് ഭാര്യയുണ്ട്, 2 മക്കൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഒരു അപകടം നടക്കുമ്പോൾ ആ അപകടത്തിലെ ഭീകരത അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ആ സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു വ്യത്യാസങ്ങളുണ്ട്. അവിടെ എൻ്റെ മരണം ഞാൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്കൊരു കുടുംബമുണ്ടോ, അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരുപാട് ആൾക്കാരുണ്ടോ, ഇതൊന്നും എൻ്റെ ചിന്തയിലില്ല. ശരിക്കും അപ്പം തോന്നുന്നത് ആ അപകടത്തിൽ നിന്ന് നടക്കുന്ന ആ വ്യക്തിയെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഫോക്കസ് മാത്രം നമ്മുടെ മനസ്സിലുള്ളൂ. എന്ന് വെച്ചാൽ ആരെങ്കിലും ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടോ, അവരെ മാത്രം രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ചിന്താഗതി മാത്രമേ ഉള്ളൂ. അതായത് നമുക്ക് മരണമുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ട്, കുടുംബമുണ്ട്, അങ്ങനെയുള്ള ചിന്താഗതികളും ഒന്നും തന്നെ ആ ടൈമിൽ നമുക്ക് അങ്ങനെ ഒരു വികാരം പോലില്ല. ആരോ ജീവിച്ചിരിപ്പുണ്ട്, അവരെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ചിന്താഗതി മാത്രം. എൻ്റെ അനുഭവമാണ് ഞാനീ പറഞ്ഞത്, അത്രയും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പൊള്ളലേറ്റ് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ തോലുകൾ എവിടെയെങ്കിലും മുട്ടിക്കഴിഞ്ഞാൽ അവിടെ ഒട്ടിരിക്കും. അപ്പോൾ ഞാൻ സതീശേട്ടൻ ഇങ്ങനെ തോളിലെടുത്ത് കൊണ്ടുപോകുമ്പോൾ സതീശൻ്റെ കഴുത്തിലൊരു മാലയില്ല, സ്വർണ്ണത്തിൻ്റെ എന്ന് തോന്നുന്നു, സ്വർണ്ണമാണ്, വലിയ മാല.
അപ്പോൾ ആ മാല എൻ്റെ ഈ കഴുത്തിൽ ആളെ സ്കിന്നായിട്ട് ഒട്ടി ഇരിക്കുകയായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, കാരണം എനിക്കും വളരെയധികം വേദനയും പൊച്ചിലും ഒക്കെ ആയിട്ട് മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ്, എന്നെ ICUയിൽ കയറ്റിയപ്പോഴാണ് എൻ്റെ മേത്ത് സിസ്റ്റർമാരൊക്കെ തുടയ്ക്കാൻ നേരത്താണ് ഈ മാലയായിട്ട് ഇങ്ങനെ ഒട്ടിയിരിക്കുന്നത്. അങ്ങനെ ഞാനത് എടുത്തു, പോലീസിന് ഒരു വിവരം പറഞ്ഞു. പിന്നീട് ഞങ്ങളുടെ IT ടൈസൺ മാഷ് MLA വിവരം പറഞ്ഞു, ഇതേ സതീഷേട്ടൻ്റെ എനിക്കിങ്ങനെ സാധനം കിട്ടിയിട്ട് അത് അവർക്ക് വേണ്ടപ്പെട്ടവരാരെന്ന് വെച്ചാൽ അവർക്ക് തിരിച്ചു കൊടുക്കണം. നമ്മുടെ IT ടൈസൺ മാഷ് പോലീസിനെ വിളിച്ച് പറഞ്ഞു, അവരാരെന്ന് റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇന്ന സാധനം ഹരിക്ക് കിട്ടിയിട്ടുണ്ട്, അത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അത് അവരുടെ വീട്ടുകാർക്ക് തന്നെ തിരിച്ചു കൊടുത്തു ആ മാല. അപ്പോൾ ഫസ്റ്റ് പൊട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തരെ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ, എൻ്റെ ബൈക്ക് അവിടെ ഒന്നും പറ്റാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ബൈക്ക് അവിടെ നിന്ന് എടുത്ത് മാറ്റണം എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ബൈക്കിൻ്റെ അരികത്ത് വന്നപ്പോൾ നമ്മുടെ ഈ രാകേഷും സതീഷേട്ടനും കരയണേൻ്റെ ഒരു ഇത് കാണുന്നത്. അപ്പം എൻ്റെ മനസ്സിലുണ്ടായത്, ബൈക്ക് അവിടെ ഇരിക്കട്ടെ, ഇവരെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് രക്ഷപ്പെടുത്തിയിട്ട് വേണം ബൈക്ക് എടുത്ത് മാറ്റാം എന്നുള്ള ചിന്താഗതിയായിരുന്നു. അതിൻ്റെ ഇടയിലാണ് എൻ്റെ കാലിൽ കമ്പി കയറുന്നതും സതീഷേട്ടൻ എടുത്ത് പോകുന്നതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ ആ ചൂട് കൊണ്ട് തളർന്ന് അവശതയായി പോവുകയുണ്ടായത്. പിന്നെ എനിക്ക് വണ്ടി എടുക്കാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ ICUയിൽ കിടന്നപ്പോഴൊന്നും അറിയുന്നില്ല. പിന്നെ 4-ാമത്തെ ദിവസമാണ് ഞാൻ ഓരോ കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നത്. എൻ്റെ ബൈക്ക് കത്തിയതിൻ്റെ ഫോട്ടോസുകളൊക്കെ എനിക്ക് കിട്ടും പിന്നീടാണ്. ഓരോ ഇൻസ്റ്റാഗ്രാമിലും മറ്റുള്ളവരും ഓരോരുത്തർ വീഡിയോ കാണിച്ചു തന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ വാഹനം പൂർണ്ണമായിട്ടും കത്തിപ്പോയി എന്നുള്ളത്. ഇപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വലിക്കുന്ന ആൾക്കാരോടും സിഗരറ്റ് ആയാലും ഞാനടക്കം വലിക്കുന്ന ഒരാളാണ്. അതിനൊക്കെ ഒരു അകലങ്ങളുണ്ട്. അപ്പോൾ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സംബന്ധമായിട്ട് ആ അപകടം നടന്ന സ്ഥലത്ത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ കയറി വരുന്ന റോഡിൻ്റെ അടുത്തുനിന്ന് കയറി വരുന്നിടത്താണ് ഇപ്പോൾ ഒരാൾ ഒരു ബീഡി വലിക്കുക അല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് അവിടെയാണ് വലിക്കുക. അവിടെ വലിച്ചിട്ട് ചവിട്ടിക്കെടുത്തി എന്നിട്ട് വെള്ളം കൂടി ഒഴിച്ച് നമ്മൾ അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ പണിസ്ഥലത്തേക്ക് പോകും. ഏകദേശം അപ്പോഴും ഒരു 400 മീറ്ററിൽ കൂടുതൽ നമ്മൾ നടന്നിട്ട് വേണം ഇവിടേക്ക് എത്തിറങ്ങാൻ. അത്രയും സേഫായിട്ട് അവിടെ കാര്യങ്ങൾ നടത്തുള്ളൂ. അവിടേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് അന്യർക്ക് തീരെ പ്രവേശനമില്ലാത്തൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നെന്മാറയിൽ ഞങ്ങൾ ചെന്നിറങ്ങുന്ന മുമ്പിട്ട്, അതായത് ആ ട്രാവലറിൽ ഞങ്ങൾ ഒരു 10-28 പേരോളം ആ ട്രാവലർ വളരെയധികം സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ കളിച്ച് ചിരിച്ച് കെട്ടിപ്പിടിച്ച് ഡാൻസ് കളിച്ച് പാട്ട് പാടി ഒക്കെയാണ് നെന്മാറ ആയ വല്ലങ്കിയിലൊക്കെ ആയ ബോർഡിൻ്റെ അവിടെ നമ്മൾ ട്രാവലർ വന്നിറങ്ങുന്നത്. അങ്ങനെ നേരെ ഞങ്ങൾ എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചു. ദേശത്തിൻ്റെ തന്നെ ഭക്ഷണമൊക്കെ കിട്ടി. അതുകൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. നേരെ നമ്മുടെ പണിസ്ഥലത്തേക്ക് പോവുകയാണ്. പാടം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, അന്യായ ചൂടായിരിക്കും. ഭൂമി ഇങ്ങനെ പഴുത്തിരിക്കുന്ന പോലത്തെ സ്ഥലത്താണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങി പണി അങ്ങോട്ട് ആരംഭിച്ചു. കാരണം രാത്രി ഒരു 7 മണിക്കാണ് നമ്മുടേതാണ് ഫസ്റ്റ് പൊട്ടിക്കേണ്ടത്. നെന്മാറത്തെ വെടിക്കെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അപ്പോൾ ആദ്യത്തെ വെടിക്കെട്ട് നമ്മുടെയാണ്. അപ്പോൾ രാവിലെ 5 മണിക്ക് തുടങ്ങിയ പണി നമ്മൾ ഏകദേശം 6 മണിയോടുകൂടി ഈ കെട്ടിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അതായത് പാടി പണിയായിക്കോട്ടെ, അമുട്ടുകൾ സെറ്റ് ചെയ്തായിക്കോട്ടെ, അങ്ങനെയുള്ള പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. പിന്നെ മരുന്നിടാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെയുള്ള കാണികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം എന്ന് വെച്ചാൽ അന്ന് അവിടെ ഒരു മഴ ചാറിയ ഒരു സംഭവമുണ്ട്. പെട്ടെന്നായിരുന്നു അവിടെ ഒരു മഴ ചാറൽ. അപ്പം നമ്മൾ 7 മണിക്ക് ഉദ്ദേശിച്ച വെടിക്കെട്ട് നമുക്കൊരു 6:40 ആയിപ്പോയത്തിനും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ മരുന്ന് പെട്ടെന്ന് ഇട്ട് തീർത്തു, പെട്ടെന്ന് തീ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഏകദേശം ഒരു 28 മിനിറ്റോളം പൊട്ടേണ്ട ഒരു വെടിക്കെട്ട് നമുക്ക് ഈ തീ കൊടുക്കേണ്ട ഒരു
വിഷയം വന്നു. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് എടുത്തുകൊണ്ട് പോകാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് പിന്നെ അത് വണ്ടിയിൽ കൊണ്ടുപോയാലും അത് സേഫ്റ്റി അല്ല, വളരെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനത്തെ മഴ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തീ കൊടുക്കാം. കാരണം നമ്മുടെ ആദ്യത്തെ വെടിക്കെട്ട് നമ്മുടെ കഴിഞ്ഞിട്ട് വേണം അപ്പുറത്ത് വല്ലങ്കി ദേശത്തിൻ്റെ വെടിക്കെട്ടും കൂടെ നടന്നു തുടങ്ങിയാൽ. അപ്പോൾ ഈ മഴ രണ്ട് ടീമുകൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞെങ്കിലും മറ്റവർക്കും തീ കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്തു, ആദ്യം തീ കൊടുത്ത നമ്മുടെ ലിൻഡോ ആണ് തീ കൊടുത്തു. പിന്നെ പകുതിയിൽ ഇടയിൽ തീ കൊടുക്കേണ്ടത് വന്നു. കാരണം നമുക്ക് അത്രയും ടൈം 28 മിനിറ്റോളം കണ്ടിന്യൂസ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പുറത്തെ വെടിക്കെട്ടിന് തീ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. തീ നനഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മരുന്നിൻ്റെ വിഷയങ്ങളൊക്കെ വരും. അങ്ങനെ ഇടയിൽ തീ കൊടുത്തു. വെടിക്കെട്ട് നല്ല രീതിയിൽ തന്നെ, നല്ല വർണ്ണവിസ്മയത്തിൽ, നല്ല ശബ്ദ ഗംഭീരത്തിൽ തന്നെ ആ വെടിക്കെട്ട് അവിടെ തീർന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രിയിലത്തെ വെടിക്കെട്ടുണ്ടായിരുന്നു, പിന്നെ പുലർച്ചെ വെടിക്കെട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ നിന്ന് പോന്നു. നേരെ നമ്മുടെ മുണ്ടൂത്തി കൊടുക്ക് വന്നു.